ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നാണ് കല്യാണം. രാവിലെ ഇപ്പോൾ 5:30 രാവിലെ 6:30 സംതിങ്ങിനാണ് മുഹൂർത്തം തോന്നുന്നു. മുഹൂർത്തമല്ല, ഗുരുവായൂർ വെച്ചിട്ടാണ് താലികെട്ട്. അപ്പോൾ സമയം കിട്ടുമല്ലോ, ഒരു സമയം. അപ്പോൾ ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്, ഇറങ്ങാൻ നിൽക്കുകയാണ്. ചെക്കൻ ദക്ഷിണ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. ഒരു സാധാ ധാവണി മോഡലാണ്. അപ്പോൾ ഒന്നുമില്ല, ഇനി നേരെ പോവാം. അവിടെ പോയിട്ട് താലികെട്ട് കാണാം. പിന്നെ നേരെ പെണ്ണിൻ്റെ അവിടുത്തെ ഓഡിറ്റോറിയത്തേക്കാണ് പോണേ. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ എടുക്കാം. ഞാൻ ഏട്ടൻ ദക്ഷിണ കൊടുക്കണം. എന്തെങ്കിലുമൊക്കെ വീഡിയോ കിട്ടുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഏട്ടൻ റെഡി ആയിട്ടുണ്ട് ഗൈസ്. നേരം വൈകി, അപ്പം ഞങ്ങളിതാ പോവാണ്. അത്യാവശ്യം വണ്ടി കയറി. ഇനി പാട്ട് വെക്കുന്നുണ്ടാവും, സോ ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ രാജൻ ഭാസ്കറാണ് വിളിച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ പോവാണ്. കാണിച്ചു. അങ്ങനെ ഗുരുവായൂരെത്തി. ഗുരുവായൂരെത്തിപ്പിക്കും കുഴപ്പമില്ല. ഞാൻ മുല്ലപ്പ് വെച്ചത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കല്യാണച്ചൊക്കെ ഇതുവരെ എത്തിയില്ല. ഇതാണ് ഞങ്ങൾ പറഞ്ഞ ഞങ്ങളെ ഫാമിലി വണ്ടി. സത്യത്തിൽ ഞങ്ങൾ ഫാമിലിക്കാരുടെ വണ്ടിയല്ല കേട്ടോ, അങ്ങനെയല്ല. ഞങ്ങൾ എന്ത് ട്രിപ്പ് ആയിക്കോട്ടെ, ഫാമിലി ഫംഗ്ഷൻ ആയിക്കോട്ടെ, എന്ത് പരിപാടി ആയിക്കോട്ടെ, ഞങ്ങൾ രാജൻ ഭാസ്കറാണ് വിളിക്കാറ് ഓട്ടത്തിന്. അതായത് എൻ്റെ വല്യച്ഛൻ ഇതിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്, എന്ന് വെച്ചാൽ ഡ്രൈവറായിട്ട്. അപ്പോൾ രാജൻ ഭാസ്കറാണ് ഞങ്ങൾ വിളിക്കാറുള്ളത്. അപ്പോൾ എന്താ, വേറെ ഒന്നുമില്ല. കല്യാണം ഞാൻ വീഡിയോ എടുക്കാം. ഗുരുവായൂർ നടയുടെ അവിടേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഉറക്കത്തൊന്നും എണീറ്റ അങ്ങനെ താലികെട്ടൊക്കെ കഴിഞ്ഞു. ഇനി എന്താ, ചായ എന്തെങ്കിലും കുടിച്ചിട്ട് നേരെ പെണ്ണിൻ്റെ ഓഡിറ്റോറിയത്തിൽ പോവാണ്. അങ്ങനെ താലികെട്ടൊക്കെ വൈബായിരുന്നു, കാണാൻ പറ്റി നല്ലപോലെ. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, വീഡിയോ ഇടാം. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പഴയിടം വന്നിട്ടുണ്ടല്ലോ ഗുരുവായൂർ. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഈ സാധനം ഇവിടെ വന്നത്. അപ്പോൾ അവിടേക്ക് വന്നിരിക്കുകയാണ്. കഴിച്ചിട്ട് കാണാം. ടോക്കൺ 8 മണിക്കായിട്ടാണ്, ഇപ്പോൾ 7:45 ഉള്ളൂ. അങ്ങനെ നീതുവിൻ്റെ സെക്കൻഡ് സാരി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മിനിറ്റ് ഏട്ടാ, ഇവിടെ മേക്കപ്പ് മേക്കപ്പ് അല്ല, സാരി എടുക്കുക, ഓർണമെന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീതുവിന് ബ്യൂട്ടീഷ്യൻസ് ഉണ്ട്, അപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ പാദസരം ഇട്ടുകൊടുക്കാൻ വേണ്ടി. സംഭവം ഞങ്ങളിപ്പോൾ നല്ല ലേറ്റാണ്, കാരണം 9:30 മറ്റവരവിടെ നിന്ന് പോകുന്നുണ്ടാവും. ഞങ്ങളിവിടെ ഇപ്പോൾ 9:45 ഇതുവരെയായിട്ട് പോന്നിട്ടില്ല. സോ ഞങ്ങൾ നല്ല ലേറ്റാണ്. ഞങ്ങളിനി ഇവിടെ നിന്ന് അവിടെ എത്താൻ ഒരു 3/4 മണിക്കൂറുണ്ട്. 3/4 മണിക്കൂർ യാത്ര ഉണ്ട് ഗുരുവായൂരിൽ നിന്ന്. ഞങ്ങളുടെ വീട്ടിലേക്കല്ല, നീതുണ്ട് അങ്ങോട്ട്. അപ്പോൾ ഇനി നേരെ അവിടെ പോകണം. ഗൈസ്, ഇവിടെ പണ്ട് പഴഞ്ചനൊരു ലിഫ്റ്റാണ്, പെട്ടുപോകാന്നറിയില്ല. ഞങ്ങൾ എത്താറായിട്ടുണ്ട്. എത്തി, ജീവനോടെ താഴെ എത്തിയിട്ടുണ്ട്. കുടുങ്ങൊന്നും ചെയ്തില്ല. അയ്യോ, തല ഇറങ്ങണം അതിൻ്റെ ഉള്ളിൽ പോയിട്ട്. നീത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും കല്യാണം കഴിഞ്ഞ അങ്ങനെ ഇവരിറങ്ങാണ്. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. എന്താണ്, ഞാൻ ശ്രീരൻ ശ്രീപി ചാത്തൽ. ഞങ്ങളുടെ പ്രോ ഡ്രൈവർ കുട്ടപ്പാപ്പനാണ് വണ്ടി ഓടിക്കുന്നത്. കുട്ടപ്പാപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണ ചെക്കൻ്റെ അച്ഛനാണ്. വല്യച്ഛനാണ് എൻ്റെ. അപ്പോൾ വല്യച്ഛനാണ് വണ്ടി ഓടിക്കുന്നത്. കുട്ടപ്പാപ്പൻ വൈബാക്കാണ് വണ്ടിയില്.
എന്റെ വ്ളോഗിനെ പുച്ഛിക്കുന്നത് ചിരിച്ചത് എന്തായാലും വീഡിയോയില് കാണില്ലേ എവിടെ എന്താണ് പറയാനുള്ളത് പുച്ഛാണ് പുച്ഛം എവിടാ പോയ അമൃതാദാസ് ഒന്നും കാണാനില്ല കറുത്തവരല്ലേ ഇങ്ങോട്ട് തിരിഞ്ഞേക്ക വെളിച്ചത്തൊന്നും ഇങ്ങോട്ട് തിരിഞ്ഞേക്കണം എന്നാലേ ഫോട്ടോ അല്ല യൂട്യൂബിൽ ഇടാ ചിരിച്ചോണ്ട് പിന്നെ അതാ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇത് അവിടെ വന്നിരിക്കുകയാണ്. ഇനി ചെക്കനും പെണ്ണും ഇറങ്ങുമ്പോഴേ ഇറങ്ങാൻ പറ്റുള്ളൂ. ഞങ്ങൾ പോകാൻ നിൽക്കായിരുന്നു. പക്ഷെ കുട്ടപ്പാപ്പൻ പറഞ്ഞപ്പോൾ വേണ്ട, ചെക്കനും പെണ്ണും ഇറങ്ങുമ്പോൾ കൂടെ പോകാൻ ആരും ഉണ്ടാവില്ല എന്ന്. അതുകൊണ്ട് ഞങ്ങളിവിടെ നിന്ന് നല്ല ക്ഷീണമുണ്ട്. രാവിലെ 3:45 4 മണിക്കായിട്ട് എണീറ്റതാണ്. നല്ല ഉറക്കം വരുന്നുണ്ട്. ഇനി വൈകുന്നേരം റിസപ്ഷൻ കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പറ്റുള്ളൂ. സോ ഞങ്ങളെല്ലാവരും എന്താ ഇവിടെ ഇരിക്കുകയാണ്. എന്താ അതെ ഒരു ഹലോ പറയ്. എന്താണ് വ്ളോഗിൽ പറയാനുള്ളത് കല്യാണം കഴിഞ്ഞതിനെ പറ്റിട്ട്? അങ്ങനെതാ തിരിച്ച് വീട്ടിലെത്തി. ഇനി എന്താ പറയാ ബാക്കി കുറച്ച് പേരും കൂടി വരാണ്ട്, കാവിച്ചേച്ചി അവരൊക്കെ വരാണ്ട് ഞങ്ങൾ പോകുന്നത്. ഇനി റിസപ്ഷനാണ്. അതിന് പോയി ഡ്രസ്സ് മാറ്റണം, കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം, എന്നിട്ട് റിസപ്ഷൻ അതും കൂടി ഉണ്ട്.